بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ-ഉസൂൽ സലാസ് എന്ന ഗ്രന്ഥത്തിൽ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് ഈ മൂന്ന് അടിസ്ഥാനങ്ങളിലെ രണ്ടാമത്തെ അടിസ്ഥാനമായ മാരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ദീനുൽ ഇസ്ലാമിനെ തെളിവുകളോടുകൂടെ അറിയുക, മനസ്സിലാക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ ദീനുൽ ഇസ്ലാമിന് 3 മർത്തബകളുണ്ടെന്നും ആ 3 മർത്തബകളിൽ രണ്ടാമത്തെ മർത്തബയായ ഈമാൻ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വിശ്വാസം അൽ ഈമാനു ബില്ല നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പ്രധാനപ്പെട്ട മസാലകൾ മാത്രം പരാമർശിച്ചുകൊണ്ട് പൂർത്തീകരിച്ചതാണ്. ഇനി അതിനുശേഷം അൽ ഈമാനു ബിൽ മലായിക്ക, മലക്കുകളിലുള്ള വിശ്വാസം. മലക്കുകളിലുള്ള വിശ്വാസം എന്നുള്ളത് നമ്മൾ ഏറ്റവും അവസാനത്തെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് 4 കാര്യങ്ങളാണ്. മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത് 4 പോയിന്റുകളാണ്. ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക, അവരുടെ വുജൂദിൽ വിശ്വസിക്കുക. എന്നുവെച്ചാൽ അങ്ങനൊരു സൃഷ്ടികൾ ഉണ്ട്, നമ്മളത് കാണുന്നില്ലെങ്കിലും നമുക്കത് സ്പർശനത്തിലൂടെയോ മറ്റ് രീതികളിലൂടെ വഴികളിലൂടെ അവരുടെ സാന്നിധ്യം അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും അങ്ങനെ ഒരു സൃഷ്ടികൾ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം, അവരുടെ ചില ആളുകളുടെ അല്ലെങ്കിൽ ചില സൃഷ്ടികളുടെ അല്ലെങ്കിൽ ചില മലക്കുകളുടെ പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മലക്കുകളെ അവരുടെ പേരോടുകൂടി തന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ചില വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത, അങ്ങനെ പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിശേഷണങ്ങൾ, അതും വിശ്വസിക്കണം. നാലാമത്തേത്, അവരുടേതായിട്ട് പഠിപ്പിച്ചു തന്ന അല്ലെങ്കിൽ അവർക്കായി അള്ളാഹു നിശ്ചയിച്ച കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ അല്ലെങ്കിൽ ജോലികൾ, അതിനെ സംബന്ധിച്ചും വിശ്വസിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ഇതിൽ കടന്നു വരുന്ന ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. അപ്പോ ഇതാണ് ചുരുക്കത്തിൽ. ഇനി കുറച്ചൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, മലക്കുകൾ എന്നുള്ളത് നമുക്കറിയാം, പ്രകാശത്തിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ ജിന്നുകളെ തീയിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്. മലക്കുകളെ അല്ലാഹു സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്. ആ അവരുടെ സൃഷ്ടിപ്പ് നമുക്ക് കൃത്യമായും വിശദമായിട്ടൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ കൂടെ ചില കാര്യങ്ങൾ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു കാര്യമാണ് അവർക്ക് ചിറകുകളുണ്ട് എന്നുള്ളത്. മലക്കുകൾക്ക് ചിറകുകളുണ്ട്. എന്നുവെച്ചാൽ ചിറകുകളുള്ള ഒരു സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ. ആ ചിറകുകളുടെ വലിപ്പവും എണ്ണവും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ചിറകുകളുടെ വലിപ്പവും എണ്ണവും എല്ലാം വ്യത്യാസം ഉണ്ടാവും.
സൂറത്തുൽ ഫാത്തിറിന്റെ ആദ്യത്തിൽ അള്ളാഹു പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്ന വ സുലാസ വ റുബ. അവർ മലക്കുകളെ പറ്റി പറയുമ്പോൾ അവർക്ക് ചിറകുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലർക്ക് 2 ചിറകുകളുണ്ട്, ചിലർക്ക് 3, ചിലർക്ക് 4, ചില പണ്ഡിതന്മാർ 2 ജോഡി 3 ജോഡി അങ്ങനെ വിശദീകരിച്ചവരുണ്ട്. അല്ലാഹു അലം. എന്തായാലും എണ്ണത്തിലും വലിപ്പത്തിലൊക്കെ വ്യത്യാസമുള്ള പലതരത്തിലുള്ള ചിറകുകളുള്ള സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ. അതിൽ ചില മലക്കുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു ഹദീസാണ്, അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളിൽ ഒരു മലക്കിനെ സംബന്ധിച്ച് പറഞ്ഞു തരാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞു പല ജോലികളുണ്ട്. അങ്ങനെ ഈ ഒരു മലക്കിന്റെ ജോലി അള്ളാഹുവിന്റെ അർശ് വഹിക്കുക എന്നുള്ളത്. അവർ മൊത്തത്തിൽ എത്ര ഉണ്ട്? വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. 8 മലക്കുകളാണ്. റഹ്മത്തുള്ളാഹ്. 8 മലക്കുകളാണ് അർശിന്റെ വാഹകരായിട്ടുള്ള ഹമലത്തുൽ അർശ് എന്നറിയപ്പെടുന്ന മലക്കുകൾ 8 പേരാണ്. അതിൽ ഒരു മലക്കിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറയാൻ, അതിനെപ്പറ്റി വിശദീകരിക്കാൻ അനുവാദം കിട്ടി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വലിപ്പം വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അതിന്റെ ചെവിക്കുറ്റി മുതൽ അതിന്റെ തോള് വരെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് പരിചയമുള്ള 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ ചെവിന്റെ ഈ ഭാഗം, താഴെ എല്ലില്ലാത്ത താഴത്തെ ഭാഗം, സ്ത്രീകള് കമ്മലൊക്കെ കുത്തുന്ന അതാണ് ഷഹ്മത്ത് ഉദ് എന്ന് പറയാം. അവിടം മുതൽ തോള് വരെ, ഷോൾഡർ വരെ എത്ര ഉണ്ട് വ്യത്യാസം? നമ്മുടെ ചെറിയൊരു ചാണൊന്നുമില്ല. ഓരോരുത്തർ വ്യത്യാസപ്പെടും കഴുത്തിന്റെ അളവിനനുസരിച്ചിട്ട്. ഈ ഒരു ദൂരം ശ്രദ്ധിക്കണേ. ഈ മലക്കിന്റെ ഹമലത്തുൽ അർശിന്റെ അതിലൊരു മലക്കിന്റെ ഈ ഒരു വ്യത്യാസം എന്നുള്ളത് 700 വർഷത്തെ വഴിദൂരമാണ്. 700 വർഷത്തെ വഴിദൂരം എന്ന് വെച്ചാൽ 700 വർഷം ഒരാൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിർത്താതെ, കണ്ടിന്യൂസ് ആയിട്ട്. അല്ലെങ്കിൽ ആ അന്നത്തെ കാലത്തുള്ള 700 വർഷത്തെ സഞ്ചാരം. അങ്ങനെ സഞ്ചരിച്ചാൽ എത്ര ദൂരം എത്തുമോ, എത്ര കിലോമീറ്റർ എത്തുമോ അത്രയും ദൂരമുണ്ട് ആ മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ തോള് വരെ. അത്രയും വലിയൊരു കഴുത്ത്, ജിറാഫിനെ പോലെ കഴുത്തുള്ള ഒരു മലക്കാണെന്നാണോ? അല്ല. ഇവിടെ ഇത്രയും വലിപ്പുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ടാവും? മൊത്തത്തിൽ അത്രയും വലിപ്പുണ്ടാകുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ജിന്നുകളും മനുഷ്യന്മാരും, ഇവർക്ക് 2 പേർക്കും നന്മകളും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്, തിന്മകൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ മലക്കുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സൃഷ്ടികളല്ല. എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, അള്ളാഹുവിനെ എത്ര ഇബാദത്ത് ചെയ്താലും മതി വരാത്ത, അല്ലെങ്കിൽ ക്ഷീണിക്കാത്ത, പ്രയാസം അനുഭവിക്കാത്ത, പ്രയാസം വരാത്ത സൃഷ്ടികളാണ് ആര്? മലക്കുകൾ. എത്ര കോടാനുകോടി വർഷം ഇബാദത്തിൽ തന്നെ കഴിച്ചു കൂട്ടിയാലും അവർക്കതെന്തല്ല, എന്തെങ്കിലും ഒരു ക്ഷീണം വരെ, അല്ലെങ്കിൽ അതൊരു മടുപ്പ് വരെ, അല്ലെങ്കിൽ അതൊരു പ്രയാസാവേ, അങ്ങനെ ആകുന്ന സൃഷ്ടികളല്ല മലക്കുകൾ. ഇത് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കാം. എപ്പോഴും നമ്മൾ ഇബാദത്തിലാണോ? അല്ല.
നമ്മളെപ്പോഴും ഇബാദത്തിലല്ല, നല്ല രൂപത്തിൽ ജീവിക്കുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ഇടയ്ക്കൊക്കെ പല ഹറാമുകളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇനി പോട്ടെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ തന്നെ എപ്പോഴും സ്ഥിരതയുള്ളതാണോ? അതുമല്ല. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ സ്റ്റോപ്പാവുന്നുണ്ട്, ചിലത് നിന്നു പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെ വളരെയധികം താല്പര്യത്തോടു കൂടി തന്നെയാണ്, എല്ലായ്പ്പോഴും ഒരേ ഉഷാറിലാണോ ചെയ്യുന്നത്? അല്ല. ചില സമയത്തൊക്കെ സുബഹിക്ക് വന്ന് നിസ്കരിക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് വേറെ പല നിസ്കാരങ്ങളും ക്ഷീണത്തിലായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും ഇബാദത്തുകളിൽ നല്ല ഇബാദത്തിന് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സമയമാണെങ്കിൽ പോലും ആ ഇബാദത്തിൽ കുറേ അധികം മുഴുകാൻ നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കാറില്ല. ഇബാദത്തിന് അങ്ങേയറ്റം എപ്പോഴും ഇബാദത്തിലായി മുഴുകാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലരുടെ പേരുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അവരുടെ വിശേഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, ഞാൻ ജിബ്രീലിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തവണ ജിബ്രീലിൻ്റെതായ രൂപത്തിൽ, ശരിക്കും മലക്കുകളുടെ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴല്ലാതെ. അതുപോലെ തന്നെ ആ ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, ജിബ്രീലിനെ ഞാൻ കണ്ടപ്പോൾ ജിബ്രീലിന് 600 ചിറകുണ്ടെന്നാണ്. ജിബ്രീലിന് 600 ചിറകുണ്ടെന്നാണ്. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഖദ് സദ്ദൽ ഉഫുഖ്, ചക്രവാളം മറഞ്ഞു എന്നാണ്. ചക്രവാളം മറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒഴിഞ്ഞൊരു പ്രദേശത്ത്, ഒരു മരുഭൂമിയിലൊക്കെ നമ്മൾ നടുവിൽ നിൽക്കണം വിചാരിക്കും. അവിടെ നിന്ന് നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ ആ മുന്നിൽ കാണുന്ന ആ ഒരു 180 ഡിഗ്രി അത് മൊത്തം മറയുമാറ് വലിപ്പം ആർക്കുണ്ടായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശരിയായ രൂപത്തിനുണ്ട്. ശരിക്കുള്ള വലിപ്പത്തിന് അത്രയും വലിപ്പമുണ്ട്. അത് നമുക്ക് ശരിക്കത് സങ്കല്പിക്കാൻ സാധിക്കാത്തത്രയും വലിപ്പമാണ്. കാരണം നമ്മൾ അത്രയും വലിയൊരു സൃഷ്ടി, ഒരു വലിയൊരു മലയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ പോലും അതൊരിക്കലും എന്ത് ചെയ്യില്ല, ചക്രവാളം മുഴുവനും അത് മറയ്ക്കൂല. പിന്നെയും പല ഭാഗങ്ങളും അത് മറയാത്തതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ, അവർക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രവർത്തനം ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹു ഏൽപ്പിച്ച പ്രവർത്തനമാണ് വഹി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്ന വഹി അത് നബിമാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാമിയുടെ ദൗത്യമാണ്. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ ഖദർ രേഖപ്പെടുത്തി വെക്കാൻ അള്ളാഹു ചില മലക്കുകളെ ഏൽപ്പിക്കാറുണ്ട്. 4 മാസം ആ ഗർഭസ്ഥ ശിശുവിന് പ്രായമാവുന്ന സമയത്ത് അതിലേക്ക് റൂഹ് ഊതാനും അതിൻ്റെ അവധിയും അതിൻ്റെ റിസ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ അള്ളാഹു മലക്കിനെ നിശ്ചയിക്കാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരെ സംരക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പലപ്പോഴും ശൈത്താന്റെ
കുതന്ത്രങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മനുഷ്യരോടുള്ള ശൈത്താന്റെ കടുത്ത ശത്രുതയെ സംബന്ധിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുമെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ശത്രുതയുടെ കാഠിന്യം നമുക്ക് അത്ര അങ്ങോട്ട് എഫക്റ്റ് ആവാത്തത് ഇങ്ങനെയുള്ള മലക്കുകളുടെ സംരക്ഷണം നമുക്കുള്ളതുകൊണ്ടാണ്. ആ സംരക്ഷണം ഇല്ലാത്ത ആളുകളുടെ ജീവിതം നമ്മൾ നോക്കിയാൽ മതി. എല്ലാ നിലയ്ക്കും ശൈത്താൻ അവരെ കൊണ്ട് തട്ടിക്കളിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാ നിലയ്ക്കും അതവരെ ഹൃദയത്തിൽ പേടിയിട്ട് കൊടുക്കുന്ന ആ ഒരു അവസ്ഥ മുതൽ അവരുടെ ശാരീരികമായിട്ടും എല്ലാ നിലയ്ക്കും അവർക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് അവര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും അവര് അഭയം തേടാൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ ജീവിതം മുഴുവൻ, ആദ്യം മുതൽ അവസാനം വരെ. ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അത് നിങ്ങൾക്ക് അവരുടെ അങ്ങനെ പലരുടെയും ജീവിതം വ്യക്തിപരമായി അടുത്ത് അറിയെങ്കിൽ മനസ്സിലാവും. ശൈത്താൻ അങ്ങേയറ്റം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന അവസ്ഥയിലാണ് അള്ളാഹു ശൈത്താനെ സംവിധാനിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് അങ്ങോട്ട് കാണൂല, ശൈത്താനെ നമ്മൾ ഇങ്ങോട്ട് കാണുകയും ചെയ്യാം. നമ്മുടെ രക്തത്തിൽ പോലും സഞ്ചരിക്കാൻ അള്ളാഹു എന്ത് ചെയ്തിട്ട് ശൈത്താന് കഴിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാ നിലയ്ക്കും നമ്മളെ വളരെയധികം സ്വാധീനിക്കാൻ പറ്റുമായിരുന്നിട്ടും വളരെ കുറച്ച് മാത്രം നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നതിന്റെ കാരണം അള്ളാഹു ഇങ്ങനെ ചില മലക്കുകളെ നമ്മുടെ സംരക്ഷണത്തിൽ നിശ്ചയിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഉദാഹരണമായിട്ട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണെന്ത്, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തിൽ. ആരാണോ സുബ്ഹ് നിസ്കാരം, പുരുഷന്മാർ ഉദ്ദേശിച്ചിട്ടാണ്, ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. പക്ഷെ ശൈത്താൻ നമ്മൾ എപ്പോഴും ഉപദ്രവിക്കാൻ, വസ്വാസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ശാരീരികമായി തന്നെ എന്തെങ്കിലും ചെയ്യാൻ തക്കം പാർത്തിരിക്കാം, ചാൻസ് നോക്കിയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ശൈത്താൻ മുതലെടുക്കും. അത് ശൈത്താൻ മുതലെടുക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ പരിചയമുള്ള ആളുകളിലൊക്കെ സിഹർ ബാധിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കണ്ണുകർ ബാധിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയേ, നിസ്കാരത്തിൽ അത്ര ശ്രദ്ധയില്ലാത്ത ആളുകളായിരിക്കും. ഞാൻ എല്ലാവരുടെ വിഷയമല്ല, ഭൂരിഭാഗം ആളുകളുടെയും കാര്യം. അതുപോലെ തന്നെ സംഗീതം കേൾക്കുന്നതിൽ ലാഘവം കാണിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അദ്കാറുകൾ, ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. അള്ളാഹു അതിന് സബബായി നിശ്ചയിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ വലിയ ഗൗരവം കൊടുക്കാത്ത ആളുകളായിരിക്കാം ഭൂരിഭാഗം. ചിലർക്ക് ഇതൊക്കെ പാലിച്ചിട്ടും അള്ളാഹു പരീക്ഷണമായിട്ട് കൊടുക്കുന്ന ആളുകൾ, അത് വേറെ വിഷയം. പക്ഷെ പൊതുവെ ഈ സബബുകൾ അള്ളാഹു ഈ മലക്കുകളെ നമ്മുടെ സംരക്ഷണത്തിനായി നിശ്ചയിച്ചതിന് അതിന് ചില സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരം കൃത്യമായി പാലിക്കുക, അദ്കാറുകൾ പരമാവധി കൊണ്ടുപോവുക, മുറുകെ പിടിക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഹറാമുകൾ ഭക്ഷണത്തിൽ ഉപജീവനത്തിൽ കലരാതെ നോക്കുക, അങ്ങനെ സംഗീതം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ദേഷ്യം, ഇതൊക്കെ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇങ്ങനെ പല സംരക്ഷണങ്ങളും അള്ളാഹു നമ്മൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു നല്ലൊരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണുന്ന അനുഗ്രഹങ്ങൾ തന്നെ റബ്ബ് തന്നത് എണ്ണിയാൽ തീരൂല. ഇങ്ങനെ നമ്മൾക്ക് അറിയുക പോലും ചെയ്യാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമലുകൾ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഏടുകളിൽ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് പറഞ്ഞ ഓരോ വാക്കുകളും
എഴുതി വയ്ക്കുന്നുണ്ട്, ഓരോ പ്രവർത്തനങ്ങളും. അതുപോലെ തന്നെ മുഅ്മിനുകളെ സഹായിക്കുക എന്നുള്ളതിനും അള്ളാഹു ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതിലെ പോലെ? ബദർ യുദ്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മലക്കുകളെ പോലെ. അത് മുഅ്മിനുകളെ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ നിശ്ചയിച്ച മലക്കുകളാണ്. അതുപോലെ തന്നെ റൂഹ് പിടിക്കാൻ അല്ലെ മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് എന്നാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അസ്റായിൽ എന്നുള്ള പേര് എന്ത് ചെയ്തിട്ടില്ല, ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. അസ്റായിൽ എന്നുള്ള പേര് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണുകയോ ഗവേഷണം നടത്തുകയോ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയല്ല. അതുകൊണ്ട് തന്നെ എന്താണോ പറഞ്ഞു തന്നത് സ്വഹിയായി സ്ഥിരപ്പെട്ടത് അത് വിശ്വസിക്കുക എന്നതേ നമുക്ക് നിർവാഹമുള്ളൂ. അതുപോലെ തന്നെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന 2 മലക്കുകൾ, മുൻകറും നക്കീറും. അതുപോലെ കാഹളത്തിൽ ഊതുന്ന മലക്ക് ഇസ്റാഫീൽ. കാഹളത്തിൽ ഊതുമ്പോഴാണ് എല്ലാവരും മരിച്ചു വീഴുകയും അടുത്ത ഊത്തിലാണ് എന്ത് ചെയ്യുക, വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു പ്രവർത്തനമാണ് അള്ളാഹു ഏൽപ്പിച്ചത്, നരകത്തിന്റെ പാറാവുകാർ. നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്ന് മനുഷ്യവർഗത്തിലെ ശിക്ഷ അർഹിക്കുന്ന ആളുകളെ അള്ളാഹു പ്രവേശിപ്പിക്കുമ്പോൾ അവരെ ഓരോരുത്തരെയും അവരുടേതായ ശിക്ഷകളിൽ അവർ കൃത്യമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി പരിശോധിക്കാനും അത് ഓരോരുത്തർ കൃത്യമായി ആ ശിക്ഷ തുടർച്ചയായി നൽകിക്കൊണ്ടേയിരിക്കാൻ അള്ളാഹു ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ നേതാവിന്റെ പേരാണെന്ത്? മാലിക്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മലക്കുകളുണ്ട്. മുഅ്മിനുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മലക്കുകളുണ്ട്. ആലോചിച്ച് നോക്കണം, നമുക്ക് വേണ്ടി മുടങ്ങാതെ ഒരു സമയം പോലും മടുക്കാതെ തുടർച്ചയായി അള്ളാഹുവിനോട് ഒരു കൂട്ടം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, മലക്കുകളെ പല കർത്തവ്യങ്ങളും ഏൽപ്പിക്കുകയും അത് ചെയ്യാനുള്ള കഴിവ് അവർക്ക് കൊടുക്കുകയും അവരാ പ്രവർത്തനത്തിൽ കൃത്യമായി യാതൊരു മുടക്കവുമില്ലാതെ അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ എന്നുവെച്ചാൽ മലക്കുകൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം ഇങ്ങനെ ചില കാര്യങ്ങൾ മസ്തലകൾ പഠിക്കാനുള്ളത് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, പല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മലക്കുകൾ കൃത്യമായി ഒന്നുപോലും വിട്ടുകളയൂല. വിട്ടുകളയും. ഏതുവരെ? ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ.
പിന്നെ ഉറങ്ങുന്ന ഒരാൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ, അതുപോലെ തന്നെ ഭ്രാന്ത് വന്ന ഒരാൾക്ക് ഭ്രാന്ത് മാറുന്നത് വരെ, ഇതല്ലാത്ത ബാക്കിയുള്ള സമയങ്ങളിലുള്ളത് ഓരോ സംസാരം, ഓരോ പ്രവർത്തനം, അത് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നും കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും അത് കാണുന്നുണ്ട്, അള്ളാഹുവും കാണുന്നുണ്ട്, ഈ മലക്കുകളും അവിടെ സന്നിഹിതരാണ്. അത് കാണുക മാത്രമല്ല, അത് കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്? അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട്. അതിനു വേണ്ടി തന്നെ അള്ളാഹു മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. വെറും മലക്കുകളല്ല, കിറാമായിട്ടുള്ള, അങ്ങേയറ്റ മാന്യന്മാരായിട്ടുള്ള മലക്കുകൾ. ആലോചിച്ച് നമ്മള് എന്താ പറയാ, വളരെയധികം മാന്യതയുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം നല്ലൊരാളുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും മോശം പ്രവർത്തനം ചെയ്യൂല. അങ്ങനെ മാന്യരായിട്ടുള്ള, അത്ര അങ്ങേയറ്റം മാന്യതയുള്ള മലക്കുകൾ നമ്മുടെ പ്രവർത്തനം എഴുതി വെച്ചുകൊണ്ടിരിക്കെ നമ്മൾക്ക് എങ്ങനെയാണ് മാന്യമല്ലാത്ത പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ? അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എപ്പോഴും മുടങ്ങാതെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മലക്കുകൾ, അതൊക്കെ ഈമാനുള്ളവർക്ക് എപ്പോഴും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള, തൃപ്തിയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ, അവർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഇസ്തിഗ്ഫാർ ഒരിക്കലും പാഴാവൂല, ആ ഇസ്തിഗ്ഫാർ ഒരിക്കലും പാഴായി പോവില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാവേണ്ട മാറ്റങ്ങൾ നമ്മൾ ശരിക്കും, അതുപോലെ തന്നെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിശ്ചയിച്ചു. ഇതൊക്കെ അള്ളാഹു നമുക്ക് റഹ്മത്തായിക്കൊണ്ട് നിശ്ചയിച്ചിരുന്നതാണ്. അള്ളാഹു നമുക്ക് റഹ്മത്തായിക്കൊണ്ട് ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള മഹബത്ത് കൂടുകയുള്ളൂ, അള്ളാഹുവിനുള്ള ഇഷ്ടം വർദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്ക്, മലക്കുകളുടെ വലിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു. അർശ് വഹിക്കുന്ന ഹമലത്തുൽ അർശിലെ ഒരു മലക്കിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിശദീകരിച്ചു തന്നത്, അതുപോലെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വിശദീകരിച്ചത്. അപ്പോൾ സൃഷ്ടികളുടെ വലിപ്പം എന്തിനറിയിക്കുന്നുണ്ട്? സൃഷ്ടാവിന്റെ വലിപ്പത്തെ, മഹത്വത്തെയും അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള എത്രയോ മലക്കുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത മലക്കുകൾ, ഇവയൊക്കെ അള്ളാഹുവിന് വേണ്ടി നിരന്തരം ഒരു സെക്കൻഡ് പോലും മുടങ്ങാതെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെന്തിനാ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നുവെച്ചാൽ പല ആൾക്കാരും വിചാരമുണ്ട്, ഞാനൊന്നും ഇപ്പൊ ദീനില്ലെങ്കിൽ ഈ ദീനൊന്നും ഇങ്ങനെ നിലനിൽക്കൂല എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ കുറച്ചു പേര് ദീനിൽ നിന്ന് ദീനിനെ എന്താ പറയാ ഒഴിവാക്കിയും പോയി എന്ന് വെച്ചാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹുവതആലയ്ക്ക് എന്ത് ചെയ്യാനില്ല, ഒരു നഷ്ടവും സംഭവിക്കാനില്ല. ഇതുപോലുള്ള കോടാനുകോടി മലക്കുകളാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ മറ്റ് സൃഷ്ടിജാലം, ജിന്നും മനുഷ്യ വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ സൃഷ്ടിജാലങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹുവതആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, വഇമ്മിൻ ഷൈഇൻ വഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. എന്തൊരു കാര്യമുണ്ട് അതൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ അവന്റെ ഏറ്റവും അവന്റെ നല്ല ഗുണങ്ങൾ വാഴ്ത്തുകയും അവനെ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം, അത് മാളത്തിലെ ഉറുമ്പുകളാണെങ്കിലും സമുദ്രത്തിലെ മത്സ്യങ്ങളാണെങ്കിലും ആകാശത്തിലെ പറവകളാണെങ്കിലും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ഹിക്മത്ത് പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ നമുക്കറിയില്ലേ, എന്താ സഹാബി ഹൻദല റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കുകയാണ്,
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മജ്ലിസിൽ ഇരിക്കുമ്പോൾ ഉള്ള ഈമാൻ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, വീട്ടുകാരായിട്ട് ബന്ധപ്പെടുമ്പോഴും കച്ചവടവും ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ ഈമാൻ എനിക്ക് എന്ത് ചെയ്യണം, നിലനിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഈമാൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഹൻളല മുനാഫിക്കായേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഹൻളല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഇത് വിഷമം പറയാൻ പോവാൻ. പോകുന്ന വഴിക്ക് ആരെ കാണാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഹൻളല ആദ്യം പറഞ്ഞത് ഹൻളല മുനാഫിക്കായി, നാഫഖ ഹൻളല. അബൂബക്കർ എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇരിക്കുമ്പോൾ ആ ഒരു ഈമാനികമായ അവസ്ഥ ഒരിക്കലും ബാക്കിയുള്ള സമയങ്ങളിൽ കിട്ടുന്നില്ല, എൻ്റെ ഈമാൻ എന്തോ തകരാറുണ്ട്, അത് പറയാനാണ് പോകുന്നത് പറഞ്ഞപ്പോൾ അബൂബക്കർ പറയാണ് എന്താ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഞാനും മുനാഫിക്കാണ്, എനിക്കും ആ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാളും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഈമാൻ അങ്ങനെയാണ്, ഈമാൻ എന്നുള്ളത് അങ്ങനെയാണ്, കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും, കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. എപ്പോഴും നിങ്ങളുടെ ഈമാൻ ആ കൂടിയ അളവിൽ ആ പീക്ക് പോയിന്റിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്തേനെ, മുസാഫഹത്ത് നൽകിയേനെ. നിങ്ങളുടെ അടുക്കൽ മലക്കുകൾ വന്നിട്ട് നിങ്ങൾക്ക് കൈയൊക്കെ തന്നേനെ, നിങ്ങളും മലക്കുകളും ഒരേ ദർജയിലേക്ക് ആയേനെ. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ച അതിനല്ല. മനുഷ്യൻ എന്നുള്ളത് ഈ നമ്മൾക്കുള്ള പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഈ ഈമാൻ കൂടിയ അളവിൽ എളുപ്പമാണ്, ഹറാമുകൾ വിട്ടു നിൽക്കാനും സിമ്പിളാണ്, വാജിബുകൾ മുടങ്ങാതെ കൊണ്ടുപോകാനും സിമ്പിളാണ്. പക്ഷെ ഈമാൻ കുറയുമ്പോൾ അവിടെയാണ് വിഷയം. അവിടെയാണ് ഒരു മനുഷ്യന്റെ അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പ്രകടമാവുന്ന അവിടെയാണ്. ഈമാൻ കുറയുന്ന സന്ദർഭത്തിൽ ദീനുള്ള ആളുകളും പരിസരത്തില്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആരും കാണാനില്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള അവന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ, ഇവിടെയാണ് ഒരു മനുഷ്യന്റെ എന്ത് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ എന്നുള്ള ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അത് പ്രകടമാവുന്ന ആ സന്ദർഭങ്ങളിലാണ്. ആ സന്ദർഭങ്ങളിൽ അവിടെ അള്ളാഹു ഒരിക്കലും കൽപ്പിക്കുന്നില്ല എന്ത്, ഈമാൻ പൂർണ്ണമായ അവസ്ഥയിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ സുന്നത്തുകളൊക്കെ അങ്ങേയറ്റ് അധികരിപ്പിച്ച് മക്രൂഹാത്തുകളൊന്നും പോലും അങ്ങനെ ഒരിക്കലും അള്ളാഹു കൽപ്പിക്കുന്നില്ല. ഈമാൻ കുറഞ്ഞാലും ഹറാമ് ചെയ്യരുത്, വാജിബ് മുടക്കരുത്, ഇത്രേ കൽപ്പിക്കുന്നുള്ളൂ. അത് നമ്മൾ മുടങ്ങാതെ കാത്തു സൂക്ഷിച്ചാൽ മതി. അതാണ് നമുക്കുള്ള പരീക്ഷണം, അതാണ് നമുക്കുള്ള പരീക്ഷണം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമാണെന്ത്, ലൗലം തുദ്നിബു ലദഹബ അല്ലാഹു ബിക്കും. ശ്രദ്ധിക്കണേ, ഹദീസ് ശരിക്കും മനസ്സിലാക്കണം. ലൗലം തുദ്നിബു ലദഹബ അല്ലാഹു ബിക്കും. നിങ്ങൾ തിന്മകൾ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകും. എന്ന് വെച്ചാൽ നിങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും, മാറ്റിയിട്ട് വലജാഅ ബിഖൗമിൻ ആഖരിൻ, മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും. യുദ്നിബൂന സുമ്മ യസ്തഗ്ഫിറൂൻ. എങ്ങനെയുള്ള സമൂഹം, തെറ്റ് ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ. എന്ന് വെച്ചാൽ മനുഷ്യനാകുന്നത് തെറ്റുകൾ ചെയ്യാതിരിക്കുമ്പോഴല്ല, തെറ്റുകൾ ചെയ്യാതിരിക്കുമ്പോൾ അവൻ മലക്കാവുകയാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനില്ല. ഒരു മനുഷ്യൻ അവൻ ശരിക്കുള്ള മനുഷ്യനാകുന്നത് എപ്പോഴാ, തെറ്റ് പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുമ്പോൾ. അതാണ് ഒരു മനുഷ്യൻ. അങ്ങനെ ആകാനാണ് മനുഷ്യൻ എന്ത് ചെയ്തത്, അള്ളാഹു സൃഷ്ടിച്ചത്. ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ പരീക്ഷണം അതാണ്. എപ്പോഴൊക്കെ തെറ്റ് പറ്റിയോ അപ്പോഴൊക്കെ തൗബ ചെയ്യുക. വീണ്ടും വീണ്ടും പറ്റുന്നുണ്ടോ വീണ്ടും വീണ്ടും തൗബ ചെയ്യുക. വലിയ തെറ്റാണോ തൗബ ചെയ്യുക, നിസാരമായ തെറ്റാണോ തൗബ ചെയ്യുക, ആരും കണ്ടിട്ടില്ലേ തൗബ ചെയ്യുക, എല്ലാവരും കണ്ടതാണോ തൗബ ചെയ്യുക, തെറ്റാണോ പറ്റിപ്പോയോ ഉടനെ തൗബ ചെയ്യുക. അതാണ് മനുഷ്യൻ. അപ്പോഴാണ് ഒരാൾ മനുഷ്യനാവുക.
നിങ്ങൾക്കറിയില്ല, ആദം അലൈഹിസ്സലാം, നമ്മുടെ ഉപ്പ. ആ കഥ നമുക്ക് ശരിക്കും എന്താണ് മനുഷ്യൻ, ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് എന്ന് നമുക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തരുന്നൊരു സംഭവമാണത്. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമുക്ക് പറഞ്ഞു തരും, ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എന്താ സംഭവിച്ചത്? അവിടെ നമ്മൾ ആലോചിക്കണം, രണ്ടു പേർക്ക് തെറ്റുപറ്റുന്നുണ്ട്. ആ കഥാസന്ദർഭം, ആ ചരിത്രത്തിൽ ഒരേ ഭാഗത്ത് തന്നെ രണ്ടു പേർക്ക് തെറ്റുപറ്റുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും, ആദം അലൈഹിസ്സലാം ഹവ്വ അലൈഹിസ്സലാം, രണ്ടുപേരും. ആ മരത്തിന്റെ അടുത്തേക്ക് പോകരുത്, അവിടെ നിന്ന് കഴിക്കരുത് പറഞ്ഞവർ പോയി കഴിച്ചു. രണ്ടാമത് തെറ്റുപറ്റുന്ന ആർക്കാ? ഇബ്ലീസിനാ. തെറ്റ് രണ്ടുപേർക്കും പറ്റി. പക്ഷെ പര്യവസാനം ഉണ്ടായി. അവസാനം ഒരാൾ അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരാളായി മാറി, മറ്റൊരാൾ അള്ളാഹുവിന്റെ ശാപം കിട്ടിയ ആളായി മാറി. എന്ത് കാരണം? അതാണ് ഒരു മനുഷ്യൻ. തെറ്റാണ് മനസ്സിലായി തൗബ ചെയ്തു, അപ്പോൾ മനുഷ്യനായി. തെറ്റായ മനസ്സിലായിട്ടും പിന്നെയും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് മനുഷ്യന്റെ സ്വഭാവമല്ല, അത് ഇബ്ലീസിന്റെ സ്വഭാവം. മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയിട്ടല്ല. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഈ മലക്കുകളുടെ വിശ്വാസത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് വേഗത്തിൽ പ്രധാനപ്പെട്ട് സൂചിപ്പിക്കുന്നത് മാത്രം. എല്ലാം പറഞ്ഞു പോകാൻ കഴിയില്ല, എല്ലാം പറഞ്ഞു പോകാൻ പ്രാക്ടിക്കലല്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങളത് ശരിക്കും എന്ത് ചെയ്യുക? അള്ളാഹു പറഞ്ഞില്ലേ, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അള്ളാഹുവിനെ നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ ആലോചിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അള്ളാഹുവിന്റെ നാമങ്ങൾ, അവന്റെ സിഫത്തുകൾ, അവന്റെ ഇതുപോലുള്ള പല അവന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെ മുൻകഴിഞ്ഞ പല അള്ളാഹുവിന്റെ കലാമിൽ വന്നിട്ടുള്ള പല, ഇതൊക്കെ ചിന്തിക്കാന്നുള്ള, ഇതിലൊക്കെ ഒരുപാട് നമുക്ക് പാഠങ്ങളുണ്ട്. ഒരുപാട് പാഠങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ട്. ഇതാണ് ഈമാനു ബിൽ മലായിക്കയിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്തത് ഈമാനു ബിൽ കുത്തുബ്. അതിന്റെ തുടക്കം മാത്രം എന്ത് ചെയ്യാം, ആമുഖം സൂചിപ്പിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാൻ തോന്നും. സമയം കുറച്ച് തുടങ്ങാൻ ലേറ്റായി പോയി, നേരത്തെ വന്നവരോട് അപ്പോൾ അത് എന്തല്ല, സമയത്തിന്റെ വില വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ദീനിൽ അതിനങ്ങേറ്റം ഗൗരവത്തിലാണ് കണ്ടിട്ടുള്ളത്. ചില കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്തായിപ്പോയി, തെറ്റായിപ്പോയി, അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോ ഈമാനു ബിൽ കുത്തുബ് അടുത്തത് മൂന്നാമത്തെ റുക്കന്, ഈമാൻ കാര്യങ്ങളിലെ മൂന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വേദഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പൊതുവെ അങ്ങനെയാണ് ഉപയോഗിക്കാറ്, അല്ലാഹു അലം. അങ്ങനെയുള്ള കിതാബുകൾ അല്ലാഹു സുബ്ഹാനഹു എന്ത് ചെയ്തിട്ടുണ്ട്, അവന്റെ സൃഷ്ടികളിൽ അവൻ തെരഞ്ഞെടുത്ത പലർക്കും, അവരാണ് റസൂലുമാർ, അത് അടുത്തതായിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള അവൻ തെരഞ്ഞെടുത്ത വ്യക്തികൾക്ക് അള്ളാഹു ഇത്തരം കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ കാലഘട്ടത്തിലേക്കും അനുയോജ്യമായ രൂപത്തിലുള്ള വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇതാണ് ചുരുക്കത്തിൽ. എന്നുവെച്ചാൽ ആ ഗ്രന്ഥം അന്ന് ആ കാലഘട്ടത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ആ ഗ്രന്ഥം ആ കാലഘട്ടത്തിലെ ആളുകൾ പിൻപറ്റിയിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുമായിരുന്ന ഒരുപാട് അധ്യാപനങ്ങളും വിധിവിലക്കുകളും അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വേദഗ്രന്ഥങ്ങളെ എന്ത് ചെയ്തിട്ടുള്ളത്,
അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ചുരുക്കത്തിൽ എന്ത് ഈമാനു ബിൽ കുത്തുബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, കിതാബുകളുടെ വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഇതിൽ പേര് നേരത്തെ മലക്കുകളെ പറ്റി പറഞ്ഞ പോലെ തന്നെ പേര് വെച്ച് പറഞ്ഞ കിതാബുകളുണ്ട്, അല്ലാതെ മൊത്തത്തിൽ പറഞ്ഞ കിതാബുകളുണ്ട്. പേര് വെച്ച് പറഞ്ഞ കിതാബുകൾ നമുക്ക് ഖുർആൻ അല്ലാത്തത് തൗറാത്ത് മൂസ അലൈഹി ഇസ്ലാമിക്ക് നൽകപ്പെട്ടത്, ഇഞ്ചീൽ ഈസ അലൈഹി ഇസ്ലാമിക്ക് നൽകപ്പെട്ടത്, അതുപോലെ തന്നെ സബൂർ ദാവൂദ് അലൈഹി ഇസ്ലാമിക്ക് നൽകപ്പെട്ടത്, അതുപോലെ തന്നെ സുഹഫി ഇബ്രാഹിം മൂസ, അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിക്ക് സുഹഫ് നൽകപ്പെട്ടിട്ടുണ്ട്. പിന്നെ മൂസ അലൈഹി ഇസ്ലാം ഈ ആയത്തിൽ വരുന്നത് തൗറാത്താണെന്നും അല്ല എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാഹു അഅലം. ഇങ്ങനെയൊക്കെ പേരോടുകൂടെ പേര് പരാമർശിച്ചിട്ട് അള്ളാഹു പറഞ്ഞ അതിനങ്ങനെ തന്നെ പേരോടുകൂടി തന്നെ വിശ്വസിക്കുക, അല്ലാത്തതിന് മൊത്തത്തിലും എന്ത് ചെയ്യാം, വിശ്വസിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ഈ വേദഗ്രന്ഥങ്ങളെല്ലാം സത്യപ്പെടുത്തുക എന്നുള്ളത് എന്നുവെച്ചാൽ ഒരു മുസ്ലിമിന്റെ പ്രത്യേകതയാണ് എന്ത്, അവനൊരിക്കലും അള്ളാഹുവിന്റെ ഒരു റസൂലിനെയും എന്ത് ചെയ്യില്ല, കളവാക്കുകയില്ല, ഒരു കിതാബിനെ എന്ത് ചെയ്യില്ല, അവൻ കളവാക്കുകയില്ല. അത് ഒരു മുസ്ലിമിന്റെ മാത്രം പ്രത്യേകത. ബാക്കി ഏത് മതക്കാരനായിക്കോട്ടെ വിഭാഗക്കാരനായിക്കോട്ടെ അവൻ ഏതെങ്കിലും ഒരു റസൂലിനെയോ കിതാബിനെയോ കളവാക്കാതെ ഉണ്ടാവൂല. അതും ഒരു മുസ്ലിമിന്റെ മാത്രം ക്വാളിറ്റിയാണ്. ഇപ്പോ ജൂതന്മാര് അവര് ഇഞ്ചീലിലും അവിശ്വസിച്ചു, ഈസ അലൈഹി ഇസ്ലാമിലും അവിശ്വസിച്ചു, ഖുർആനിലും അവിശ്വസിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിലും അവിശ്വസിച്ചു. ഇനിയിപ്പോ നസാറാക്കളാണെങ്കിൽ അവർ ഖുർആനിലും അവിശ്വസിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിലും അവിശ്വസിച്ചു. എന്നാൽ ഒരു മുസ്ലിം തൗറാത്തിൽ അവിശ്വസിക്കുന്നില്ല, മൂസ അലൈഹി ഇസ്ലാമെ കളവാക്കുന്നില്ല, ഇഞ്ചീലിൽ അവിശ്വസിക്കുന്നില്ല, ഈസ അലൈഹി ഇസ്ലാമെ എന്ത് ചെയ്യുന്നില്ല, കളവാക്കുന്നില്ല. പക്ഷെ ഒന്ന് മറ്റൊന്നിന് എതിരാകുമ്പോഴല്ലേ ഒന്നിനെ കളഞ്ഞിട്ട് മറ്റൊന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാം ഒരേ അടിസ്ഥാനമാണെങ്കിൽ എന്തിനാ ഒന്ന് കളഞ്ഞ് മറ്റൊന്ന് എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. തീയും വെള്ളം കൂടെ രണ്ടും തമ്മിൽ ചേരാത്ത കാര്യമാകുമ്പോഴല്ലേ ഒന്ന് മാറ്റി ഒന്ന് എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. എല്ലാം ഒരേ മസ്ദറിൽ നിന്ന് വരുന്നതാണെങ്കിൽ, ഒരേ അടിസ്ഥാനത്തിൽ ഊന്നി പറയുന്ന വിഷയങ്ങളാണെങ്കിൽ നമുക്കെല്ലാം എടുക്കാമല്ലോ. അതിലെന്ത് തടസ്സമാണ് വരുന്നത്? അല്ല അള്ളാഹ് പറഞ്ഞു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി, റസൂലുമാരിൽ ഒരാൾക്കടിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വേർതിരിവ് കാണിക്കൂല. അതിന്റെ അർത്ഥം എന്തല്ല, തൗറാത്തിലും ഇഞ്ചിയിലും ഉള്ളതൊക്കെ നമ്മൾ ഖുർആനിലുള്ളത് പോലെ തന്നെ വിശ്വസിക്കണം എന്നതിന് അർത്ഥമില്ല. വളരെ ശ്രദ്ധിക്കണേ. തൗറാത്തിലും ഇഞ്ചിയിലും ഉള്ളതൊക്കെ എല്ലാം അങ്ങനെ തന്നെ സത്യസന്ധമായി ഖുർആനിലുള്ളതുപോലെ വിശ്വസിക്കണം എന്നതിന് അർത്ഥമില്ല. കാരണം തൗറാത്തും ഇഞ്ചിയിലും എന്ന് മാത്രമല്ല, ഖുർആൻ അല്ലാത്ത ബാക്കി എല്ലാ കിതാബുകളെയും അതിന്റെ സംരക്ഷണം ആ സമൂഹത്തിലെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാർക്കാണ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തത്. എന്നാൽ ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹു സ്വയം ഏറ്റെടുക്കുക ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിച്ച്, ഖുർആൻ അല്ലാത്ത ബാക്കി എല്ലാ കിതാബുകളും മാറ്റിമറിക്കലുകൾ, തിരുത്തലുകൾ സംഭവിക്കപ്പെട്ടവ എല്ലാം, ഖുർആൻ ഒഴിച്ച് ബാക്കി എല്ലാം, ഏത് കിതാബുണ്ടെങ്കിലും. അതുകൊണ്ട് നമ്മൾ അതിനെ സത്യപ്പെടുത്തുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തൗറാത്ത് അല്ലെങ്കിൽ മറ്റ് വേദഗ്രന്ഥങ്ങൾ, തൗറാത്ത് ആയിക്കോട്ടെ ഇഞ്ചീലായിക്കോട്ടെ, അതിൽ ഖുർആനിനെതിരായ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് തള്ളും. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കും, അത് അള്ളാഹു അവതരിപ്പിച്ചതല്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന് ത്രിയേകത്വം, ട്രിനിറ്റി, അത് ഇഞ്ചീലിൽ പെട്ടതല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. കാരണം അത് ഖുർആനെതിരാവുന്ന കാര്യം. അതുപോലെ തന്നെ ഉസൈർ, എസ്ര എന്നവർ വിളിക്കുന്ന, അത്
അള്ളാഹുവിന്റെ പുത്രനാണെന്നുള്ള അവരുടെ ആ വൃത്തികെട്ട വാക്ക്, അത് ഖുർആനെതിരാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ഖുർആനെതിരാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയുന്ന കാര്യങ്ങൾ നമ്മൾ കളവാക്കണം. എന്ന് വെച്ചാൽ അത് സത്യമല്ല. എന്താ കാരണം? അത് നമ്മൾ തൗറാത്തിന് കളവാക്കല്ല, മറിച്ച് എന്താ, ആ കാര്യം അത് തൗറാത്തായി അള്ളാഹു അവതരിപ്പിച്ചതല്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് തൗറാത്തിന് കളവാക്കുന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇഞ്ചീലിനെ വിശ്വസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ കാര്യം ഇഞ്ചീലായി അള്ളാഹു അവതരിപ്പിച്ചതല്ല. ഇനി ചില കാര്യങ്ങൾ ഖുർആനോട് നേരെ യോജിച്ചു വരുന്ന പല കാര്യങ്ങളും തൗറാത്തിലോ ഇഞ്ചീലിലോ വന്നേക്കാം. ഖുർആനും നേരിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യും? സത്യപ്പെടുത്തും. അത് നമ്മൾ സത്യപ്പെടുത്തും എന്ന് മാത്രമല്ല, ഖുർആനോടും ഹദീസിനോടും നേരിട്ട് എതിരാവാത്ത പല കാര്യങ്ങളും തൗറാത്ത് എന്ന് വെച്ചാൽ ശരിക്കും യോജിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല, എതിരാവുന്നുമില്ല. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നബി എന്താ പറഞ്ഞത്? അത് നിങ്ങൾ കളവാക്കാനും പാടില്ല, സത്യപ്പെടുത്താനും പാടില്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹദ്ദിസു അൻ ബനി ഇസ്രാഈല വലാ ഹറജ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരിൽ നിന്ന് ഉദ്ധരിക്കാം, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാം, അത് പ്രശ്നമില്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സത്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്തല്ല, ചുരുക്കത്തിൽ ഖുർആൻ സത്യപ്പെടുത്തുന്ന പോലെ സത്യപ്പെടുത്തലല്ല. അതിനുള്ള കാരണം ഖുർആനെ മാത്രമേ അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളൂ? സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ഖുർആൻ അവതരിക്കുന്നതോടുകൂടെ മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളിലുള്ള വിധിവിലക്കുകൾ, ഹറാമ് ഹലാലുകൾ അള്ളാഹു എന്ത് ചെയ്തു? ഖുർആനിനെ കൊണ്ട് നസ്ഖ് ചെയ്തു. നസ്ഖ് ചെയ്തു പറഞ്ഞാൽ ആ വിധികൾ എന്തില്ല, ഖുർആൻ അവതരിപ്പിച്ചതിൽ പിന്നെ അത് എന്തില്ല, പ്രാബല്യത്തിലില്ല. അത് അള്ളാഹുവിന്റെ വിധിയായി നിലനിൽക്കുന്നില്ല. ചില ഔട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത്, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു, അതിന്റെ കാലാവധി കഴിഞ്ഞു. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ നബിമാരയക്കുമ്പോൾ ശ്രദ്ധിക്കണം, അഹ്ലു കിതാബുകാരെ അള്ളാഹു കുഫാറുകൾ പെടുത്തി എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ നബിമാരയക്കുമ്പോൾ, ഓരോ കിതാബുകൾ അവതരിപ്പിക്കുമ്പോൾ ആ കിതാബുകളിൽ അല്ലെങ്കിൽ ആ നബിമാർക്ക് അള്ളാഹു അവരോട് വാഗ്ദാനം വെച്ച, അവരിൽ നിന്ന് കരാറ് വാങ്ങിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റാതെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല എന്ന് അള്ളാഹു ഓരോ നബിമാരോടും, മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഓരോ നബിമാരോടും അള്ളാഹു വാഗ്ദാനം വാങ്ങിച്ചിട്ടുള്ള, കരാറ് വാങ്ങിച്ചിട്ടുള്ള കാര്യം. എന്ന് മാത്രമല്ല, ഈ കരാറ് ജനങ്ങൾക്ക് അവരുടെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു കരാറ് വാങ്ങിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുൻപ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരുടെ സമൂഹത്തിനും വളരെ വ്യക്തമായി അറിയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഖുർആനിൽ വിശ്വസിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കൂല? സ്വർഗത്ത് പോകാൻ സാധിക്കൂല എന്നുള്ളത് എല്ലാ ഖൗമിനും അറിയാം. എല്ലാ ഖൗമിനും അറിയാം. അവരവരുടെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് അറിവുള്ള അവരിലെ പുരോഹിതന്മാർക്ക് ഉറപ്പായും അറിയാം. യാതൊരു സംശയവും വേണം, യാതൊരു സംശയവും വേണ്ടതില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അപ്പൊ ഖുർആൻ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വിധിവിലക്കുകൾ നിശ്ചയിക്കേണ്ടത്, ഹറാം ഹലാലുകൾ തീരുമാനിക്കേണ്ടത്. ഖുർആനാണ് അതിന്റെ മാനദണ്ഡം. നമ്മൾ പറഞ്ഞു, ബാക്കിയുള്ളതിന് എന്തില്ല, അത് നിലവിൽ പ്രാബല്യത്തിന് എടുത്തു മാറ്റപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഖുർആനോട് നമ്മൾക്കുള്ള ബാധ്യത എന്താണ്?
ഖുർആനോട് നമ്മൾക്കുള്ള ബാധ്യത ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതിലുള്ള എല്ലാം സത്യപ്പെടുത്തണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഹറാമ് ഹലാലുകൾ തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ അതിലുള്ളതൊന്നും മറച്ചു വെക്കാൻ പാടില്ല. അത് ഖുർആനോടുള്ള നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു ഖുർആനിലൂടെ അവതരിപ്പിച്ചത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ട്? എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെന്ത് ചെയ്യാൻ പാടില്ല? അറിവുള്ളവർ മറച്ചു വെക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് വൻപാപങ്ങൾ പെട്ടതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ഡിതന്മാർ സൂചിപ്പിച്ച കാര്യമാണ്. ഒരാൾക്കൊരു കാര്യം അറിയാം, ആ കാര്യം അയാൾക്ക് പറഞ്ഞ് അല്ലെങ്കിൽ പറയേണ്ട ഒരു സാഹചര്യമാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും അയാൾ ആ കാര്യം പറയാതെ മറച്ചു വെച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഖിയാമത്ത് നാളിൽ നരകം കൊണ്ടുള്ള കടിഞ്ഞാണിടപ്പെടും അയാളുടെ വായിൽ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഒരു വിഷയം കൂടെ, ഖുർആനിലുള്ളതെല്ലാം എന്ത് ചെയ്യണം? വിശ്വസിക്കുമ്പോഴേ എന്താവുള്ളൂ? ഖുർആനിൽ വിശ്വസിച്ചവനാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരാൾ ഖുർആനിലെ പല കാര്യങ്ങളും എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഖുർആനിലെ ഒരു അടിസ്ഥാനം എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ ഖുർആനിൽ എന്ത് ചെയ്തവനല്ല? ഖുർആനെ പിൻപറ്റിയവനല്ല. ശ്രദ്ധിക്കണേ, ഖുർആനെ പിൻപറ്റിയവനല്ല. എന്ന് വെച്ചാൽ നമ്മൾ എത്ര കണ്ട് യോജിക്കുന്നുവോ എന്നുള്ളതല്ല കാര്യം, തീരെ എതിരാകാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. ശരിക്കും ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ കൺഫ്യൂഷനായി പോകും. എത്രത്തോളം മുവാഫഖത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതല്ല കാര്യം, ഒരു മുഖാലഫത്ത് പോലും ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. ശ്രദ്ധിക്കണം. ഒരു 10 അടിസ്ഥാനങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അല്ലെ നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരു 10 പരീക്ഷകളുണ്ടെന്ന് വിചാരിക്കാം. 10 പരീക്ഷകളുണ്ടെന്ന് വിചാരിക്കാം. അവനെ ഈ ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കണമെങ്കിൽ ഈ 10ലും ജയിക്കണം. എന്നുവെച്ചാൽ ഒരെണ്ണത്തിൽ പോലും എന്ത് ചെയ്യണം? തോൽക്കാതിരിക്കണം. ഒരെണ്ണത്തിൽ പോലും തോൽക്കാതിരുന്നെങ്കിൽ ഇവൻ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ആ പരീക്ഷ ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അവൻ 9 എണ്ണത്തിൽ ജയിച്ചു, ഒരെണ്ണത്തിൽ മൊട്ട, ഒന്നുമില്ല. അപ്പോൾ അവന് പറയാൻ സാധിക്കൂ ഞാൻ 9 എണ്ണം ജയിച്ചില്ലേ എന്ന് പറയുന്നൊരു അർത്ഥം ഇല്ലാത്തതുപോലെ തന്നെയാണെന്ത്? ഖുർആനിൽ അടിസ്ഥാനങ്ങളായി പഠിപ്പിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായി നസ്സായി വന്നിട്ടുള്ള വിധിവിലക്കുകൾ കുറെ എണ്ണത്തിനോട് ഞാൻ യോജിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് അതിലൊന്നിനോട് പോലും എതിരാകാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ളത് നമുക്കറിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരാണോ റസൂലിനെ അനുസരിച്ചത് അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. അതിന്റെ അർത്ഥം എന്താ? റസൂലിനെ ഒരാൾ അനുസരിച്ചില്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് ആയത്തുകളുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. ഒരുപാട് ആയത്തുകൾ. അപ്പൊ ഒരാൾ എന്ത് ചെയ്യണം? എനിക്ക് ഖുർആൻ മതി, ഹദീസുകൾ ആവശ്യമില്ല, ഹദീസുകൾ ആവശ്യമില്ല, എനിക്ക് ഖുർആൻ മതി എന്ന് പറഞ്ഞാൽ അവൻ കാഫറാണെന്നുള്ളതിൽ എന്തുണ്ട്? ഉലമാക്കൾക്കിടയിൽ ഇജ്മാഉള്ള വിഷയം. എന്നുവെച്ചാൽ ആധുനികരായിക്കോട്ടെ പൂർവികരായിക്കോട്ടെ അഹ്ലുസുന്നത്തിന്റെ എല്ലാ ഉലമാക്കളും രണ്ടാമതൊരു അഭിപ്രായമില്ല വിഷയത്തിൽ. അങ്ങനെ വിശ്വസിക്കുന്നവൻ കാഫറാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, പ്രത്യക്ഷത്തിൽ അവന്റെ അവസ്ഥ എന്താ? അവൻ എന്താ പറയുന്നത്? എനിക്ക് ഖുർആൻ മതി എന്നാ പറയുന്നത്. ഇത് നല്ല വാക്കല്ലേ? എത്ര നല്ല വാക്കാണ്. എനിക്ക് കിതാബായിക്കൊണ്ട്
അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ഖുർആൻ മതി എന്ന് പ്രത്യക്ഷത്തിൽ ഒരാൾ പറയുമ്പോൾ ആ വാക്ക് വളരെ നല്ല മനോഹരമായ വാക്കാണ്. പക്ഷെ ആ വാക്ക് ഖുർആനിന് തന്നെ എതിരാണ്. ആ വാക്ക് ഖുർആനിന് തന്നെ എതിരാണ്. ഒരുപാട് ആയത്തുണ്ട്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. നിന്റെ റബ്ബാണെ സത്യം, അവർ വിശ്വാസികളാവൂല എന്ന് പറഞ്ഞത്. ഏതുവരെ? അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ നിന്നെ അവരെന്ത് ചെയ്യണം? വിധികർത്താവായി നിശ്ചയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് അള്ളാഹ് കൊടുത്തിട്ടുള്ള സ്ഥാനം അതാണ്. അതുപോലെ തന്നെ വമാ കാനൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ. എന്നുവെച്ചാൽ അവർക്ക് അള്ളാഹു റസൂൽ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഅ്മിനുകൾക്ക് ആ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? അവർക്ക് വേറൊരു ഓപ്ഷൻ അവരുടെ ഭാഗത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ, ഒരു കാര്യം നിശ്ചയിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വേറൊരു ഓപ്ഷൻ ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ. അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും വ്യക്തമായതാണ്. അത്തിയുർ റസൂൽ, റസൂലിനെ അനുസരിക്കുക, അള്ളാഹ് കൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വൈൻ തുതീഉഹു തഹ്തദു, റസൂലിനെ അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലായി. അതിന്റെ അർത്ഥം എന്താ? റസൂലിനെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഹിദായത്തിലല്ല. ഖുർആന്റെ ആളുകളാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകും അല്ലാഹ്. ഒരുപാട് ആയത്തുകളുണ്ട്. ഇമാം അഹ്മദ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് എന്ത്? ഫല്യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്ക് എതിരാകുന്ന ആളുകൾ പേടിച്ചു കൊള്ളട്ടെ. അള്ളാഹിന്റെ കൽപ്പന ഖുർആനിൽ കൽപ്പിക്കണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയ്ക്ക് എതിരാവരുന്ന് ഖുർആനിലെ കൽപ്പിക്കുക, അള്ളാഹ് കൽപ്പിക്കും. ഒരാൾ ഖുർആൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? റസൂലിനെ അനുസരിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. റസൂലിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവൻ ഖുർആനിൽ വിശ്വസിച്ചവനല്ല. അവൻ നാവുകൊണ്ട് പറഞ്ഞാലും ശരി, അവൻ അഹ്ലു സുന്നത്തിലെടുക്കൽ അവൻ കാഫറ. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട മസലകൾ ആ വിഷയത്തിൽ ഈമാനു ബിൽ കുത്തുബുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് ഈമാനു ബിൽ റസൂലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ കേൾക്കുവാനും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അതിനടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം സംസാരങ്ങൾ അതിനുള്ള സബബുകളാക്കി തീർക്കുമാറാവട്ടെ. നമ്മുടെ ഈമാനികമായിട്ടുള്ള വിഷയങ്ങളിൽ അത് ഒരു പോരായ്മയും വരാതെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടുവാൻ ഇത്തരം സംസാരങ്ങൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.